ലൈവിലേക്ക് സ്വാഗതം. 2019 കൈരളി TV NRI ബിസിനസ് അവാർഡ് നേടിയ ഷിഹാബ് ഷാ എന്ന ബിസിനസ്സുകാരൻ ജയിലിൽ. GCC രാജ്യങ്ങളിലെ മികച്ച സംരംഭകരെ കണ്ടെത്തി കൈരളി TV നൽകുന്ന അവാർഡാണിത്. മുഖ്യമന്ത്രിയിൽ നിന്ന് 2019 മികച്ച ബിസിനസ്സുകാരൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഡോക്ടർ ഷിഹാബ് ഷാ എന്ന ആളാണ്. ഷിഹാബ് ഷായ്ക്കെതിരെ നേരത്തെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പോലും ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇയാളെ നിലവിൽ UAE സർക്കാർ അബുദാബിയിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ്. കേരള പോലീസിന് അതിനുശേഷം മാത്രമേ വിട്ടുകിട്ടൂ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സാമ്പത്തിക തട്ടിപ്പ് വിദഗ്ധനാണ് ഇയാൾ എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ആക്ഷേപിക്കുന്നത്. ഇരു രാജ്യങ്ങളെയും ഒരേ തരത്തിൽ കബളിപ്പിക്കുകയായിരുന്നു ഷിഹാബ് ഷാ. ഡോക്ടർ ഷിഹാബ് ഷാ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഷിഹാബി ആണ്. കെൻസ ഹോൾഡിംഗ്സ് ഗ്രൂപ്പിന്റെ ചെയർമാൻ, കെൻസ വെൽനസ്, അർമാനി ക്ലിനിക്കുകൾ എന്നിവ ദുബായിലുണ്ട്. ദുബായ് അർമാനി പോളിക്ലിനിക്കിലെ ഉടമസ്ഥൻ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഷിഹാബിനെതിരെ കേരളത്തിൽ തന്നെ വിവിധ ക്രിമിനൽ കുറ്റങ്ങൾ നിലവിലുണ്ട്. അതിനാൽ തന്നെ UAE ഒളിവിൽ പോയ ഷിഹാബിന് ഇന്ത്യയിലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പോലും പുറപ്പെടുവിച്ചിരുന്നു. വിവിധ തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകളിലൂടെ ഷിഹാബ് ഷാ 400 കോടിയിലധികം രൂപയാണ് സമാഹരിച്ചത്. ആഡംബര വില്ല പ്രോജക്റ്റുകൾ, റിസോർട്ടുകൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഫാർമസി, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം എന്നിവയുടെ പേരിലായിരുന്നു ഷിഹാബ് പ്രധാനമായും ഇന്ത്യയിലും UAE നിന്നുള്ള ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിച്ചത്. വയനാട്, മൂന്നാർ, ദുബായ്, അർമാനിയ, UK, ജോർജിയ എന്നിവിടങ്ങളിലേക്ക് പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഷിഹാബിന്റെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ മാനേജർ ഗാന വിജയൻ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് എന്നും വാർത്തകൾ വരുന്നു. ദുബായിൽ അറസ്റ്റിലായ ഷിഹാബിനെ ഷാർജ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ നിലവിൽ അലൈൻ സെൻട്രൽ ജയിലിലാണ്. കള്ളപ്പണം, ചതി, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവ UAE ശിക്ഷാ നിയമപ്രകാരം വളരെ ഗുരുതരമായ ക്രിമിനൽ ലംഘനമാണ്. അതിനാൽ കടുത്ത നിയമ നടപടികൾ തന്നെ നേരിടേണ്ടി വരും. ഷിഹാബിനെതിരെ എല്ലാ എമിറേറ്റ്സുകളിലും നിരവധി കേസുകൾ പ്രതിദിനം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.